ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റും ജേണലും അതിൻ്റെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ലെറ്റ്സ് ഗോ. ജ്യൂസ് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് ലേരുട്ടാ. അപ്പോൾ ഗൈസ്, ഫസ്റ്റത്തെ സാധനം പറയുന്നത് ഞാൻ ബ്ലാക്കും പിസ്ത കളറുള്ള കളർ പേപ്പറൊക്കെ വെച്ചിട്ട് പിന്നെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കും ഡബിൾ സെറ്റ് ടാപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റാണ്. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല, പിൻട്രസ്റ്റിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഇങ്ങനത്തെ ഒരു ഐറ്റമാണ്. ഇങ്ങനെ ഇതാക്കുക, ഇങ്ങനെ ആക്കുക കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം നെക്സ്റ്റ് എന്താ ഒരു പ്രിങ്കിൾസിൻ്റെ കുഞ്ഞു ബോട്ടിൽ പെയിൻ്റ് അടിച്ച് തീർന്നിട്ടില്ല, വെയിറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഇനി ഒന്നും കൂടെ സെറ്റ് ആക്കാനുണ്ട്. ഒരു പെൻ ഹോൾഡറും എല്ലാം ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസർ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇടാം കേട്ടോ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് എടുക്കൂട്ടാ എനിക്ക് ഓരോന്നും ഇങ്ങനെ എടുത്ത് തരാണ് ഗൈസ്. അടുത്തത് പറയുന്നത് കല്ലിൽ ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ പുഴയിലോ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന കല്ലൊക്കെ ഞാൻ ഉരുളം കല്ലൊക്കെ എടുക്കും. ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഉണ്ടാവലുണ്ടാവൊക്കെ ഞാൻ അടുത്ത് ഇങ്ങനെ പെയിൻ്റ് അടിച്ച് ക്യൂട്ടാക്കി വെക്കാറുണ്ട്. നെക്സ്റ്റ് പറയുന്ന ഒരു പേപ്പർ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പെട്ടിയുടെ കോല നോക്കേണ്ടത്, അത് പെയിൻറ്റ് പെട്ടി ആയതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ കോല കേട്ടോ. അപ്പോൾ ഞാൻ സോപ്പും ഹാൻഡ് വാഷൊക്കെ അവിടെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പേപ്പർ സോപ്പാണിത്. നല്ല മണമാണ് കേട്ടോ, അടിപൊളിയാണ്. നെക്സ്റ്റ് പറയുന്നത് ഞങ്ങൾ കളിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കാർഡ്ബോർഡ് പീസിൽ ഇങ്ങനെ വൈറ്റ് കളറുള്ള ഗ്രീൻ ലൈറ്റ്സ് ഒക്കെ ഉള്ള ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുത്ത് ഇങ്ങനെ ബോർഡ് പോലെ നമ്മളിതിൽ എഴുതി കൊടുക്കും. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. എയർ ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രോയിങ് ബുക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ആദ്യം പ്രിൻസസിനെ വരച്ചിട്ടുണ്ട്, അതിൻ്റെ കാല് കൊളാക്കിയിട്ടുണ്ട്. അത് രാത്രി വരച്ചപ്പോൾ എനിക്ക് ഈറ വന്നപ്പോൾ ഞാൻ കുത്തി വരുന്നതാണ് കാല്. അപ്പോൾ അങ്ങനത്തെ കുറേ അലക്കുലത്തെ പണികളൊക്കെ ഈ ബുക്കിലുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഉള്ളതാണ് നമ്മളുടെ എന്താ പറയുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവമൊക്കെയാണ്. ഞാനത് പടുത്ത് തോർത്തിട്ടുള്ളെങ്കിൽ ഇതിൽ ഞാൻ കുറച്ചധികം ജേർണൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ക്രാഫ്റ്റും ആണ് ഇത് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ മുന്നിൽ ഇങ്ങനത്തെ അലകുപോലെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എൻ്റെ പിങ്ക് ജേർണലായിരുന്നു. ഇതിൽ പറയുന്നത് ഞാനിത് എങ്ങനെ ചെയ്തിട്ടുള്ള വെച്ചാൽ സ്റ്റിക്കി നോട്ടിന് ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കലണ്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു, കുറച്ച് വേർഡ്സൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഗ്രിഡ് ലൈൻസ് പേപ്പറിൽ ചെയ്യുന്നതിന് പകരം ഞാൻ അതിൽ വരച്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റിക്കി നോട്ട് എടുത്ത് ഇങ്ങനെ ചുരുട്ടിയതിന് ശേഷം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലുള്ളത് കേട്ടോ. സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീനാണ്. അതിലും ഇങ്ങനെ സ്റ്റിക്കി നോട്ട് ചുരുട്ടി ഒട്ടിച്ച് കൊടുത്ത് കുറച്ച് കവായി സ്റ്റിക്കറും പിന്നെ ബ്രഷ് വാട്ടർ കളറിൽ ഗ്രീൻ കളർ എടുത്ത് ബ്രഷ് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ കുറച്ച് വേർഡ്സ് ഇതിലും എഴുതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ തോട്ട്സും മെമ്മറീസും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളത്. സെക്കൻഡ് വില്ലേജ് തീമാണ്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഗുളികയുടെ കവറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ പത്രത്തിൻ്റെ കുറച്ച് പീസസും പിന്നെ കാർഡ്ബോർഡ് ഉണ്ട്. കേക്ക് മേടിച്ചപ്പോൾ അതിൻ്റെ കിട്ടിയൊരു പെട്ടിയുടെ കാർഡ്ബോർഡ് ഒട്ടിച്ച് കുറച്ച് സപ്ലിമെൻറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ക്യൂട്ട് കവായി സ്റ്റിക്കേഴ്സും ഉണ്ട്. നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഉള്ള തീമിലുള്ളതാണ്. ഇതിൽ ബ്ലാക്ക് തീമും പിന്നെ കുറച്ച് സപ്ലിമെൻറ്റ്സും ഗ്രീക്ക് ലൈൻസും പിന്നെ ബ്ലാക്കും പിന്നെ പത്രത്തിൻ്റെ ഒരു പീസ് ഇതിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കവായി സ്റ്റിക്കേഴ്സും ബ്ലാക്ക് തീമെന്നൊക്കെ എഴുതി കൊടുത്ത് കുറച്ച് അലിക്കുലത്തെ പണി ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു യെല്ലോ കളറുള്ള ജേർണലാണ് ഞാൻ ചെയ്തത്. കുറച്ച് കവായി സ്റ്റിക്കർ ഇതിൽ ഒട്ടിച്ച് കൊടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിലും കുറേ വേർഡ്സ് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിപ്പോൾ ചെയ്തതാണ്. ഇതെനിക്ക് എന്ത് തീമാണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ബോറടിച്ചിരുന്നപ്പോൾ ഒരു തീമൊന്നും നോക്കാതെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഞാൻ ജേർണൽ ചെയ്തിട്ടുള്ളത്. ഇതിലേത് ജേർണലാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി കുറേ ജേർണൽ വേണമെന്നാണെങ്കിൽ ഏതാ വേണ്ടെന്ന് കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഒരു കുഞ്ഞു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ വാട്ടറും പിന്നെ ഓയിലും പിന്നെ കളറും ഹാൻഡ് വാഷൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് യൂസ്ഫുൾ വെച്ചാൽ നമ്മളെ കയ്യിലാക്കുന്നെങ്കിൽ 10 വരും അതിൻ്റെ ഹാൻഡ് വാഷ് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല മണം കിട്ടും. പിന്നെ കയ്യിൽ നിന്ന പോലെ കഴുകാനും പറ്റും കേട്ടോ. അപ്പോൾ മഴയതുകൊണ്ട് മഴയുടെ സൗണ്ട് നല്ല വെണ്ണമുണ്ട്, അതാരും ഇതാക്കണ്ട കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ചെയ്തിട്ടുള്ള ഈ ക്രാഫ്റ്റിൽ ഏതെങ്കിലും ഒരു ക്രാഫ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിതിൽ ഏത് ഇഷ്ടപ്പെട്ടിരുന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ലൈക്ക്. അപ്പോൾ ശരി.